ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ഈ കോമാളിത്തരമൊക്കെ കാണിച്ചു കൂട്ടുന്നേ? ആരെ കാണിക്കാനാ? എന്നെയോ അതോ എന്റെ മോളെയോ? ഇതിങ്ങനെ പോയാ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചോ. അള മുട്ടിയാ ചേരയും കടിക്കും. ആ ഒരു ചൊല്ലിന് ഇവിടെ ഇപ്പൊ ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നെ എനിക്കൊരു നിവൃത്തികേട് വന്ന ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞു. അതെ, അങ്ങനെ വന്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കള്ളങ്ങളും പൊളിയും. പൊളിഞ്ഞ സത്യമ്മ ഇപ്പൊ എന്ത് പ്രേമം കാണിച്ചാലും അതിന്റെ 10 മടങ്ങ് വെറുപ്പ് കുഞ്ഞേച്ചിയുടെ അടുത്തുണ്ടാവും. അങ്ങനെ സംഭവിച്ച ഈ രാജകുമാരിയാക്കലും വെൺചാമരം വീശലും പിന്നെ സ്വർണ്ണക്കിണ്ടിയിലെ വെള്ളം തരലും ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കും ഞാൻ. അതിനമ്മായി അമ്മയും പുന്നാര മരുമകളും കൂടി ഒരുക്കി കെട്ടി എന്നെ ഇറക്കരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരിപ്പൊടിയും കൊണ്ട് വന്നവന് ഒരു 700 രൂപ കൊടുത്തിട്ടുണ്ട്. ആ, എന്നാ പിന്നെ ആ തേങ്ങയുടെ കാശും കൂടെ എഴുതിക്കോ. 400 രൂപ. എത്ര? 400. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ഉണ്ടാക്കി വയ്ക്കുന്നതിനൊക്കെ 1-2 കൂട്ടിയാലോ? മുറുമുറുപ്പും ബ്ലേഡാണെന്നുള്ള പറച്ചിലും. ചെലവിനൊന്നും ഒരു കുറവുമില്ല. ഇനിയിപ്പൊ മറ്റൊരു വലിയ ചെലവും കൂടി വരുന്നുണ്ട്. ഇതിപ്പോ 3-ാം മാസമാ. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേണ്ട സമയമായി. 3-ാം മാസത്തിലൊരു സ്കാനിങ് ഉള്ളതാ. അല്ല, അതിപ്പോ രാജീവിനോടും കൂടി ഒന്ന് ചോദിക്കണ്ടേ? നമ്മളിവിടെ ശാരികയെ കാണിക്കുന്നതിന് വിദേശത്തുള്ള രാജീവ് എന്ത് ചെയ്യാനാ? അല്ല, ഇനിയിപ്പോ അവരുടെ മനസ്സിൽ ശാരികയെ കാണിക്കാൻ വല്ല ഹോസ്പിറ്റലും കണ്ടുവച്ചിട്ടുണ്ടാവുമോ? പിന്നെ ശാരികയുടെ കാര്യം പോലും അവര് നോക്കുന്നില്ല. പിന്നെയാണ് ശാരികയുടെ ചികിത്സയ്ക്ക് ഡോക്ടറിനെ നോക്കാൻ പോകുന്നത്. നമ്മുടെ കൊച്ചിനെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞങ്ങ് പോവുക. അല്ലാതെ അവരുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ രാജീവിന്റെ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കണമായിരുന്നു. ആരോട് സംസാരിക്കാൻ? വിജയലക്ഷ്മിയോടോ? ശാരികയെ ഭ്രാന്തിയാക്കി രാജീവിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറക്കി വിടാൻ ഒരുങ്ങിയിരിക്കുന്നവളോട് എന്ത് ചെന്ന് സംസാരിക്കാനാ? ആങ്ങളെയും പെങ്ങളും കൂടി ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അത് രാജീവിനും അറിയാം. അതുകൊണ്ടാണല്ലോ ശാരിക ഇവിടെ വന്ന് നിൽക്കുന്നതിന് അവനും എതിർക്കാത്തത്. അല്ല, എന്നിട്ടും അവനൊന്ന് ഫോൺ പോലും ചെയ്യുന്നില്ലല്ലോ. ഈ സമയത്തല്ലേ ഭർത്താക്കന്മാർ സാധാരണ ഭാര്യമാര് വിളിക്കേണ്ടത്? ഓ ഇക്കാര്യങ്ങളൊക്കെ ഗോപാലേട്ടൻ തന്നെ പറയണം. എന്റെ 3 മക്കളെ പ്രസവിക്കുമ്പോഴും ഗോപാലേട്ടൻ എവിടെയായിരുന്നു? വല്ല ഓർമ്മയുണ്ടോ? നാടും നാട്ടുകാരും നാട്ടിലെ പ്രശ്നങ്ങളുമായിരുന്നു അന്നും ഗോപാലേട്ടന് വലുത്. ഇപ്പൊ സ്വന്തം മകളുടെ കാര്യം വന്നപ്പോ അതിന്റെ കാര്യത്തിൽ വേവലാതിപ്പെടുകയും ചെയ്യുന്നു. ഞാൻ എന്തായാലും അവിടം വരെ പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് തീരുമാനിക്കാം.